പിന്നെ പാണപ്പഴമാണ്. പാണപ്പഴം അടുത്ത് തന്നെയാണോ? കുറെ പോണം. ഇവിടുന്ന് ഏകദേശം എത്ര ഉണ്ടാവും? ഇത്രയൊന്നും കുറെ കിലോമീറ്റർ ആണ്. ഓ, അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഇവിടേക്ക് എത്തിയത്? എങ്ങനെയാ? ആ വണ്ടിയിൽ കൊണ്ടുവന്നു. ആരുടെ വണ്ടിയില്? വണ്ടി ഫോറസ്റ്റുകാരൻ്റെ. ഫോറസ്റ്റാറിന്റെ വണ്ടിയില്. എങ്ങനെയാ, നിങ്ങൾ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളാണോ? എല്ലാ പ്രാവശ്യം വോട്ട് ചെയ്യാറുണ്ടോ? എന്താ പ്രാവശ്യം വോട്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിലെത്തി വോട്ടൊക്കെ ചോദിച്ചോ? ചോദിച്ച് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നോ? എനിക്ക് വീട് നന്നാക്കാന്നോ അല്ല റോഡ് നന്നാക്കാന്നൊക്കെ പറഞ്ഞു? അതൊക്കെ പറഞ്ഞു തന്നു. നന്നായിട്ടില്ല. എന്താണ് നിങ്ങൾ എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ വന്നോ? നിങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അതെന്താ അവര് വരാത്തത്? എനിക്ക് ഈ പറയുന്നതൊന്നും കിട്ടാത്തോണ്ടും ഇതൊന്നും ചെയ്ത് തരാത്തോണ്ടെന്നാണ് പറയുന്നത്. അതായത് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. സത്യം. അവിടെ ആളുകൾക്ക് വെളിവ് വെച്ച് തുടങ്ങി. നമ്മുടെ ഇവിടെ ഉള്ളവർക്കാണ് വെളിവ് വെക്കാത്തത്. ഇത്ര വർഷമായിട്ട് ആ നാട്ടുകാർക്ക് ഒന്നും ചെയ്യില്ല. ആ അമ്മയുടെ വർത്താനം കേട്ടിട്ട് തന്നെ നിഷ്കള പാവം തോന്നും. ഒരു വോട്ട് ചെയ്യാൻ പറ്റില്ല. ചിലരിലൊക്കെ നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെ നടക്കണ്ടോയെന്ന് എനിക്കറിയാം. ഓരോ പാർട്ടിക്കാർ വയ്യാത്ത ആൾക്കാരൊക്കെ ചുവന്ന് കൊണ്ടുവന്ന് ഈ വോട്ട് ചെയ്യിച്ച് കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. വോട്ട് മേടിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഇലക്ഷൻ്റെ സമയത്ത് അവിടെ നിന്ന് ഇപ്പോൾ വയ്യാത്ത ആൾക്കാരെയൊക്കെ വലിച്ചടിച്ച് സ്നേഹത്തോടെ വാരിപ്പൊടുന്ന് ഓട്ടോയിലെത്തിച്ച് വോട്ടിന് വേണ്ടി തന്നെ. അതൊക്കെ രീതിയാണ്. പിന്നെ അതിൽ നിന്ന് എനിക്ക് ആശയക്കുഴപ്പം. പക്ഷെ അതിൽ നിന്ന് ആശ്ചര്യമായിട്ടിരിക്കുന്നത് ഇവരെയൊക്കെ കൊണ്ടുവരാൻ പാർട്ടിക്കാരൊരു വണ്ടിയും വിടില്ല. സാധാരണ ഇവിടെയൊക്കെ ആണെങ്കിലുള്ള ഞങ്ങളുടെ ഇവിടെ ഇലക്ഷനൊക്കെ ആണെങ്കിൽ ഇവിടെ ഓട്ടോകളൊക്കെ നിറഞ്ഞിരിക്കും. ഫ്രീ ആയിരിക്കും. നമുക്ക് വോട്ട് ചെയ്യും, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവിടും. കാശൊന്നും ഫ്രീ. അത് പാർട്ടിക്കാർ കൊടുക്കുമല്ലോ. ഇവിടെ അതുപോലില്ല. ഫോറസ്റ്റുകാർ വരെ കൊണ്ടുവരേണ്ട ഗതികേട് വന്നു. പിന്നെ എന്തിനാണ് ഇവർ വോട്ട് കൊടുക്കാൻ ഇങ്ങനെ പോണത്? എന്തിനാണ് പോണത്? ആ സമയത്ത് കാണിക്കുന്ന ശുഷ്കാന്തി പോലും കാണിക്കുന്നില്ല. പിന്നെ എന്തിനാണ് വോട്ട് കൊടുക്കാൻ പോണേ? കൊടുക്കരുത്. അമ്മ പറഞ്ഞാൽ കറക്റ്റാണ്. വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. എന്നാൽ ചിലർ വരാറില്ല എന്ന് പറഞ്ഞു. വോട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എത്ര വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോലും വോട്ട് കൊടുക്കാറില്ല. ദൈവത്തിൽ അത് സർക്കാരൊക്കെ ഇവർക്ക് ഒന്ന് ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാടിന് നടുവിലൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഒരു വരുന്ന മരണത്തിനും ജീവിതത്തിനും നടുക്ക് തന്നെയാണ്. കാട്ടാന ആക്രമണങ്ങളുണ്ടാകും, ഇഴജന്തുക്കളുണ്ടാകും. ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സുരക്ഷിതമായൊരു സ്ഥലം ഒരുക്കി കൊടുക്കണം.